عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മുസ്ലിം ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഖുർആൻ ഉണ്ടെങ്കിൽ പിന്നെ ഹദീസിന്റെ ആവശ്യമില്ല എന്നൊരു വാദം. ഹദീസിനെ ഇസ്ലാമിന്റെ പ്രമാണ വൃത്തത്തിൽ നിന്ന് പുറന്തള്ളാൻ ചില അല്പജ്ഞാനികൾ ഉയർത്തിവിടുന്ന കേവലം അടിസ്ഥാനരഹിതമായ ഒരു വാദഗതിയാണ് ഇതെന്ന് നാം ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഹദീസ് നിഷേധികൾ പുതിയ കാലത്ത് അവതരിച്ച ഒരു വിഭാഗമൊന്നുമല്ല, മറിച്ച് ഇസ്ലാമിന്റെ ആദ്യ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെ ഇത്തരം ആളുകൾ ഈ വിദണ്ഡവാദവുമായി രംഗത്ത് വന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഗ്രന്ഥത്തിൽ ഇത്തരം ആളുകളെ നിശിതമായി വിമർശിക്കുകയും അവരുടെ പൊള്ളത്തരങ്ങൾ വ്യക്തമായി തുറന്നു കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഹദീസ് നിഷേധികൾ പല വിഭാഗക്കാരുണ്ട്. അവരിൽ ഒരു വിഭാഗം പറയുന്നത് എല്ലാത്തിനെക്കുറിച്ചും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന വിശുദ്ധ ഖുർആൻ സർവാലംബമായി നിലനിൽക്കെ പിന്നെന്തിന് മറ്റൊരു അവലംബം എന്നുള്ളതാണ്. അതിനിവർ തെളിവായി ഉദ്ധരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാ ഫറത്ന ഫീ ഹാദിൽ കിതാബി മിൻ ഷൈ. ഈ ഗ്രന്ഥത്തിൽ നാം ഒരു കുറവും വരുത്തിയിട്ടില്ല. അപ്രകാരം എല്ലാം വളരെ സമഗ്രമായി പ്രതിപാദിക്കപ്പെട്ട ഒരു ഗ്രന്ഥം നമ്മുടെ മുമ്പിലിരിക്കെ പിന്നെ എന്തിനാണ് ദഈഫ്, മുൻകർ തുടങ്ങിയ അസ്വീകാര്യമായ ഹദീസുകളെ കൂട്ടിക്കലർത്തി വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നത് എന്നതാണ് ഇവരുടെ ചോദ്യം. ഈ വാദഗതിയെ നാം അഭിമുഖീകരിക്കുമ്പോൾ ആദ്യമായി നാം വിശകലനം ചെയ്യേണ്ടത് ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ ആതാകുമുർ റസൂലു ഫഖുദുഹു വമാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങളിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ എന്തു കൊണ്ടുവന്നുവോ അത് നിങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കുകയും അവിടുന്ന് വിലക്കിയതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുക. അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവയിലൂടെയൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിനെ പോലെ തിരുസുന്നത്തും പൂർണ്ണമായും അനുധാവനം ചെയ്യപ്പെടേണ്ടതാണ്, പിന്തുടരപ്പെടേണ്ടതാണ് എന്നൊരു അധ്യാപനമാണ്. ഇവിടെ നമുക്ക് ഒരു സംശയം ഉദിച്ചേക്കാം, പിന്നെന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാ ഫറത്ന ഫീ ഹാദിൽ കിതാബി മിൻ ഷൈ, ഈ ഗ്രന്ഥത്തിൽ നാം ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം? അതിനുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി നമുക്ക് നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, നബിയെ അങ്ങയിലേക്ക് നാം ഖുർആനിനെ അവതരിപ്പിച്ചു, ലിതുബയ്യിന ലിന്നാസ്, അങ്ങ് ജനങ്ങൾക്ക് ഈ ഖുർആൻ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമായും ഇറക്കി കൊടുത്തു. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ലിതുബയ്യിന ലിന്നാസ്, നബി അങ്ങ് ഈ വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചു കൊടുക്കണം. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് നേരുന്ന വിശദീകരണം എന്താണ്? അതിനാണ് ഹദീസ് എന്ന് പറയുന്നത്. അഥവാ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്, ഷറഹാണ് ഹദീസ് എന്നർത്ഥം. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇന്നഹു ഖുർആനു യംശി, അവിടുന്ന് ചലിക്കുന്ന ഖുർആനാണ് എന്ന് പരിചയപ്പെടുത്തിയത്. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക രൂപമാണ് അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതായിരുന്നു അവിടുത്തെ നിയോഗ ലക്ഷ്യവും ജീവിത ലക്ഷ്യവും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാദഗതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. അവർ പറയുന്നത് ഹദീസുകൾ പല ഇനങ്ങളുണ്ട്, സ്വഹീഹ് ഉണ്ട്, ദഈഫ് ഉണ്ട്, മൗദൂഅ് വരെയുണ്ട്. അഥവാ സ്വീകാര്യമായ ഹദീസുകളുമുണ്ട്, അസ്വീകാര്യമായ ഹദീസുകളുമുണ്ട്. ഇവയിൽ നിന്ന് സ്വീകാര്യമായ ഹദീസുകളെ മനസ്സിലാക്കുക എന്നത് നമ്മെ സംബന്ധിച്ച് ഏറെ പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹദീസുകളെ പൂർണ്ണമായും നാം മാറ്റി നിർത്തുകയാണ് എന്നുള്ളതാണ് അവരുടെ വാദം. അല്ലാത്ത പക്ഷം ഏതെങ്കിലും മൗദൂആയ ഹദീസ് നമ്മൾ കാണുന്ന സമയത്ത് ആ ഹദീസ് മൗദൂഅ് ആണ് എന്ന് നമ്മൾ അറിയാതിരിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മോശമായ ചിന്ത നമ്മുടെ മനസ്സിൽ ഉടലെടുക്കാൻ അത് സാധ്യതയുണ്ട്. അത് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഹദീസിനെ പൂർണ്ണമായും മാറ്റി നിർത്തുകയാണ് എന്നതാണ് അവരുടെ വാദം. എന്നാൽ ഹദീസിനെ സമ്പൂർണ്ണമായും പുറന്തള്ളാൻ ഇക്കൂട്ടർ പ്രയോഗിക്കുന്ന കേവലം അടിസ്ഥാനരഹിതമായ മുടന്തൻ ന്യായം മാത്രമാണ് ഇതെന്നാണ് നാം തിരിച്ചറിയേണ്ടത്. കാരണം ഹിജ്റ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെ മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉസൂലുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രം പോലെയുള്ള ഹദീസുമായി ബന്ധപ്പെട്ട പല വിജ്ഞാന ശാഖകൾക്കും രൂപം നൽകുകയുണ്ടായി. അതിലൂടെ
മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ ഹദീസിനെയും വളരെ വ്യക്തമായി ഓരോ തട്ടുകളാക്കി അതിൻ്റെ സ്വീകാര്യതക്കനുസരിച്ച് തങ്ങളുടെ കിതാബുകളിൽ അവർ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരു വിഭാഗമുണ്ട്, അവർ പറയുന്നത് ഹദീസുകൾ പല ഇനങ്ങളുണ്ട്. സ്വഹീഹുണ്ട്, ദഈഫുണ്ട്, മൗദൂ വരെയുണ്ട്. അതായത് സ്വീകാര്യമായ ഹദീസുകളുമുണ്ട്, അസ്വീകാര്യമായ ഹദീസുകളുമുണ്ട്. ഇവയിൽ നിന്ന് സ്വീകാര്യമായ ഹദീസുകളെ മനസ്സിലാക്കുക എന്നത് നമ്മെ സംബന്ധിച്ച് ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹദീസുകളെ പൂർണ്ണമായും നാം മാറ്റി നിർത്തുകയാണ് എന്നതാണ് അവരുടെ വാദം. അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു ഹദീസ്, മൗദൂ ആയ ഹദീസ് നാം കാണുന്ന സമയത്ത് അത് മൗദൂ ആണ് എന്ന് നമ്മൾ അറിയാതിരിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മോശമായ ചിന്ത നമ്മുടെ മനസ്സിൽ ഉടലെടുക്കാൻ അത് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹദീസിനെ മുഴുവനായും മാറ്റി നിർത്തുകയാണ് എന്നതാണ് ഇവരുടെ വാദം. കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത നിഷ്കളങ്കത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഹദീസിനെ സമ്പൂർണമായും മാറ്റി നിർത്താൻ ഇവർ പ്രയോഗിക്കുന്ന കുടില ന്യായം മാത്രമാണ് ഇതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഹിജ്റ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉസൂലുൽ ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പല വിജ്ഞാന ശാഖകൾക്കും രൂപം നൽകുകയുണ്ടായി. അതിലൂടെ ഓരോ ഹദീസിനെയും അതിൻ്റെ പല ഇനങ്ങളായി മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഹിജ്റ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉസൂലുൽ ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പല വിജ്ഞാന ശാഖകൾക്കും രൂപം നൽകുകയുണ്ടായി. അവയിലൂടെ ഹദീസിനെ അതിൻ്റെ ഓരോ ഇനങ്ങൾക്കനുസരിച്ച് വളരെ വ്യക്തമായി തങ്ങളുടെ കിതാബുകളിൽ മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാദഗതിക്കൊന്നും യാതൊരു അടിത്തറയുമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, ഇവർ പറയുന്ന ഈ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ അക്കാലഘട്ടത്തെ മഹാന്മാരായ പണ്ഡിതന്മാരാണ് അനുഭവിച്ചത്. കാരണം അന്ന് ഒരുപാട് വ്യാജന്മാർ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കൊത്ത് ഹദീസുകൾ വ്യാപകമായി കെട്ടിച്ചമക്കുന്ന ഒരു കാലമായിരുന്നു. എന്നിട്ട് പോലും ഇനി നമുക്ക് ഖുർആൻ മാത്രം അവലംബിച്ചാൽ മതി എന്ന ഒരു തീരുമാനമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ എടുത്തത്. മറിച്ച് ഹദീസ് സംരക്ഷണത്തിന്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ത്യാഗോജ്ജലമായ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമെന്നോളമാണ് നമുക്ക് ഇന്ന് യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധം വളരെ വ്യക്തമായി ഓരോ ഹദീസ് ഇനങ്ങളെയും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാദഗതിയും തീർത്തും പൊള്ളയാണ് എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇനി മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, അവർ അഹങ്കാരത്തോടെ ഹദീസിനെ നിഷേധിക്കുന്നവരാണ്. അവർ പറയുന്നത് ഹദീസുകൾ പുതിയ കാലത്ത് നമുക്ക് ആരോടും പറയാൻ സാധ്യമല്ല, ആധുനിക ലോകത്തോട് സംവദിക്കാൻ പര്യാപ്തമല്ലാത്തതാണ് എന്നൊക്കെയാണ്. അതിനിവർ തെളിവായി കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ വെള്ളം കുടിക്കുന്ന ഒരു പാത്രത്തിൽ ഈച്ച വീണ് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ പുറത്തെടുത്ത് കളയുന്നതിന് മുമ്പ് വീണ്ടും ആ ഈച്ചയെ വെള്ളത്തിൽ പൂർണ്ണമായി മുക്കണം. കാരണം ഈച്ചയുടെ ഒരു ചിറകിൽ രോഗമാണെങ്കിൽ മറ്റേ ചിറകിൽ അതിന് ശമനമുണ്ട്. ഈ ഹദീസിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഹദീസുകളൊന്നും യുക്തിക്ക് നിരക്കാത്തതാണ്, ശാസ്ത്രവിരുദ്ധമാണ് എന്നൊക്കെ ഇവർ വാചകമടിക്കുന്നത്. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഹദീസ് നാം അംഗീകരിക്കാൻ, വിശ്വസിക്കാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണമെന്ന നിർബന്ധ ബുദ്ധിയൊന്നും നമുക്കില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ സാക്ഷ്യപ്പെടുത്തിയതാണ്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് മുഴുവനും അത് വഹീ പ്രകാരമാണ്, തന്നിഷ്ടപ്രകാരം അവിടുന്ന് ഒന്നും പറയുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സംശയത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്നാൽ ഇന്നത്തെ ആധുനിക സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏത് വിഷയവും അംഗീകരിക്കണമെങ്കിൽ, തങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ തങ്ങൾ അതിന് തയ്യാറാവൂ എന്ന് ഷാഢ്യം പിടിക്കുന്ന ഒരു വിഭാഗമാണ് അവർ. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ നന്നായി ബോധവാന്മാരായിരിക്കുക എന്നത് നമ്മെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ പ്രത്യേകം അനിവാര്യമായി വരികയാണ്. എന്നാൽ ഇന്നത്തെ ആധുനിക സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏത് വിഷയവും തങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ തങ്ങൾ അതിന് തയ്യാറാകൂ എന്ന് ഷാഢ്യം പിടിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ നന്നായി ബോധവാന്മാരായിരിക്കുക എന്നത് നമ്മെ സംബന്ധിച്ച് ഏറെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അനിവാര്യമായി വരികയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് റമദാൻ ബൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ ഗ്രന്ഥത്തിൽ ഈ ഒരു ഹദീസിനെ സംബന്ധിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്,
1987 കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ സിറിയൻ ദിനപത്രത്തിൽ ചൈനീസ് പത്രമായ ഷാങ്ഹായ് ഡെയിലിയിലെ ഒരു വാർത്ത ഉദ്ധരിക്കപ്പെട്ടു വരികയുണ്ടായി. ആ വാർത്തയുടെ ആകത്തുക ചൈനീസ് ശാസ്ത്രജ്ഞന്മാർ ഈച്ചയുടെ ശരീരത്തിൽ വൈറസുകളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കാൻ പോകുന്ന പ്രോട്ടീനുകൾ അടങ്ങിയതായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തുടർന്ന് ആ വാർത്തയിൽ പറയുന്നത് ഈച്ചയുടെ ശരീരത്തിൽ മഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈച്ചയുടെ ശരീരത്തിൽ തന്നെയുള്ള വൈറസുകളെയും അതുപോലെ മറ്റു ജീവജാലങ്ങളുടെ ശരീരങ്ങളിലുള്ള വൈറസുകളെയും ബാക്ടീരിയകളൊക്കെ ഇവ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. ഈച്ചയുടെ ശരീരത്തിൽ നിന്ന് ഇവ കൃത്യമായി വേർതിരിച്ചെടുക്കാൻ സാധിച്ചാൽ ബാക്ടീരിയകളെയും വൈറസുകളെയും ഉന്മൂലനാശം വരുത്താൻ പോകുന്ന മികച്ച മറുമരുന്നായി ഇത് മാറും എന്നാണ് ആ വാർത്ത പ്രത്യാശിക്കുന്നത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറഞ്ഞതായി ഒരറിവുമില്ലാത്ത ആളുകളാണ് പിൽക്കാലത്ത് അവിടുന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും തീർത്തും സത്യസന്ധമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് ലോകത്തോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട്. ചില ഹദീസുകൾ നമുക്ക് പ്രത്യക്ഷത്തിൽ യുക്തിക്ക് നിരക്കാത്തതാണെന്നൊക്കെ തോന്നിയേക്കാം. എന്നുവെച്ച് അതിനെ മൂടിവെക്കുകയോ അല്ലെങ്കിൽ മറച്ചു വെക്കുകയോ അല്ല നാം ചെയ്യേണ്ടത്. മറിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താൻ നാം സന്നദ്ധരാണ്. ഗഹനമായ പഠനത്തിന് നാം മുതിരണം. അന്നേരം നമുക്ക് അവിടുന്ന് പറഞ്ഞ ഓരോ വചനങ്ങളും എത്രമാത്രം സുവ്യക്തവും സുന്ദരവുമാണ് എന്ന് നമുക്ക് ബോധ്യമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തോടുള്ള ഹുബ്ബ് നമ്മുടെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.